ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിനൂസ് ലൈക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സ്റ്റീംഡ് ചിക്കൻ മോമോസ് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദപ്പൊടിയാണ്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ വെള്ളം കൂട്ടി കുഴച്ച് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതിന് ശേഷം 10 മിനിറ്റിന് ശേഷം നമ്മളിതൊരു പപ്പടത്തേക്കാൾ വലുപ്പത്തിൽ ഒരല്പം കൂടെ വലിപ്പം വരുന്ന രീതിയിൽ അത് പരത്തിയെടുക്കണം. ചപ്പാത്തി പരുവത്തിൽ പരത്തിയാൽ മതി. ഇത് ഈ ഷേപ്പിലിരിക്കും. ഇത് നല്ല റൗണ്ടിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം നമ്മളിത് മടക്കുമ്പോൾ റൗണ്ട് ഷേപ്പ് ആവശ്യമാണ്. ഒരു പ്ലേറ്റോ വട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു ഷേപ്പ് വെച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ്. ഇതിപ്പം ഇതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അരയ്ക്കരുത്, ഇതുപോലെ പൊടിയാനേ പാടുള്ളൂ. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവോളയും ഒരു പച്ചമുളകും 6 അല്ലി വെളുത്തുള്ളിയുമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് മല്ലിയിലയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ചോപ്പറിലിട്ട് ഞാനിപ്പോൾ ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതും അരഞ്ഞു പോകരുത്, ഇതുപോലെ പൊടിക്കാനേ ചോപ്പ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് സോയാ സോസാണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. മോമോസിൻ്റെ മസാല ഇത്രയേ ഉള്ളൂ. നമ്മൾ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ചിക്കൻ അവർ ഇതുപോലെ കുക്ക് ചെയ്യില്ല. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ പ്രീ കുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിതെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷീറ്റിലേക്ക് ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളതിനെ ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യുന്നൊരു പ്രത്യേക രീതിയിലാണ്, ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇടത് കയ്യിൽ വെച്ചിട്ട് വലം കൈ കൊണ്ട് അങ്ങനെ ഒന്ന് പതുക്കെ മടക്കി എടുത്താൽ മതി. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിന് ശേഷം അതൊന്ന് ചുറ്റി ഇങ്ങനെ എടുക്കുക. പലരും പല രീതിയിൽ അത് ചെയ്യാറുണ്ട്. എൻ്റെ മുകൾ വശം ഓപ്പൺ ആക്കി വെക്കാറുണ്ട് ചിലർ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനൊരു പ്രാവശ്യം കൂടെ ഇത് കാണിച്ചു തരാം ചെയ്യുന്ന രീതി. ഇത് നമുക്ക് തയ്യാറാക്കാൻ പ്രത്യേകിച്ചൊരു മസാലപ്പൊടിയോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. സ്റ്റീംഡ് ഫുഡാണ്. ഇനി മറ്റൊരു രീതിയിൽ കൂടി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ആ രീതി മനസ്സിലാകാത്തവർക്ക് ഈ രീതിയിലും ട്രൈ ചെയ്യാം. ജസ്റ്റ് അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക. അതെല്ലാം ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം സൈഡിൽ നിന്ന് മടക്കി കൊടുത്താൽ മതി. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച്, ഞാനിപ്പം അതിൻ്റെ ഇഡ്ഡലി തട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഓയിൽ ഓൾറെഡി അപ്ലൈ ചെയ്ത് വെച്ചേക്കാണ്. അതിലേക്ക് ഓരോന്നോരോന്നായി പെറുക്കി വയ്ക്കണം. ഇനി ഒരു 10 മിനിറ്റ് നേരം നമ്മളിത് ഇങ്ങനെ വെച്ച് വേവിക്കണം. 10 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിന് മുൻപ് തന്നെ അത് കുക്കാവും. ഓൾറെഡി നമ്മൾ ചിക്കനൊക്കെ വേവിച്ചതാണ്. ശേഷം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ മോമോസ്, സ്റ്റീംഡ് ചിക്കൻ മോമോസ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ മോമോസ്. ഇതിന് മോമോസ് ചട്നി ഉണ്ട്, അതുണ്ടാക്കുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. See you with another video. Thanks for watching.